ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു പോയ വാരം വിപണിക്ക് നിർണായകമായത്. 9 മാസങ്ങൾക്കിപ്പുറം പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റുകൾ കുറച്ച തീരുമാനത്തിൽ വിപണിയും കുതിച്ചു. ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ നവംബറിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും വിപണിക്ക് ആവേശം പകർന്നു. വീക്കിലി പെർഫോമൻസിൽ 0.85% മുന്നേറ്റം നിഫ്റ്റി കാഴ്ചവെച്ചപ്പോൾ 1.19% നേട്ടമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. FMCG മീഡിയ സൂചികകളിലുണ്ടായ നേരിയ ഇടിവ് മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം സെക്ടറൽ ഇൻഡെക്സുകൾക്കും മികച്ച വാരം തന്നെയായിരുന്നു. കുതിപ്പ് തുടർന്ന PSU ബാങ്ക് സൂചികയാണ് 4.83% തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചത്. 4.5% കുതിപ്പ് റിയൽറ്റി മേഖലയും നടത്തി. 2.18% നേട്ടം ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും കാഴ്ചവെച്ചു. തുടർച്ചയായ നേട്ടങ്ങൾക്ക് പിന്നാലെ 1.29% മുന്നേറ്റം IT സൂചികയും നടത്തി. ബ്രോഡർ മാർക്കറ്റിലും നേട്ടം പ്രകടമായ വാരത്തിൽ BSE മിഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1.5 മുതൽ 2.5% നേട്ടവും നൽകി. പ്രതീക്ഷിച്ചതുപോലെ 25 ബേസിസ് പോയിന്റ് കുറച്ച FOMC യോഗ തീരുമാനങ്ങൾ അമേരിക്കൻ വിപണിയിലെ റെക്കോർഡ് ഉയരത്തിലേക്കാണ് നയിച്ചത്. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കാലിടറി നിൽക്കുന്ന ഇന്റലിന്റെ രക്ഷകനായി NVIDIA വന്നതും ഇരു കമ്പനികളും ചിപ്പ് നിർമ്മാണത്തിൽ സഹകരണം ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും ടെക് ഓഹരികളുടെ മുന്നേറ്റത്തിനും കാരണമായി. അനുകൂലമായ ലേബർ ഡാറ്റകൾ കൂടി വന്നതോടെ വീക്കിലി ബേസിസിൽ ഡൗ ജോൺസ് 1.05% നേട്ടം നൽകിയപ്പോൾ നാസ്ഡാക്ക് 100 2.22% കുതിപ്പാണ് നടത്തിയത്. S&P 500 സൂചിക 1.22% മുന്നേറ്റവും നടത്തി. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ US വിപണികളെ കാത്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഡാറ്റകളാണ്. ആഴ്ചയുടെ ആദ്യം സെപ്റ്റംബർ 23 വരുന്ന സർവീസസ് നിർമ്മാണ കോമ്പോസിറ്റ് PMI കണക്കുകളായിരിക്കും ആദ്യം US സൂചികളെ നയിക്കുക. തുടർന്ന് 24 ന്യൂ ഹോം സെയിൽസ്, ബിൽഡിംഗ് പെർമിറ്റ്സ് തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ വരും. ശേഷം സെപ്റ്റംബർ 25 വരുന്ന എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റകളോടെ ഓഗസ്റ്റ് മാസത്തിലെ US-ന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പ്രകടനത്തെ വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. ഒപ്പം അന്ന് തന്നെയാണ് US-ന്റെ രണ്ടാം പാദ GDP എസ്റ്റിമേറ്റ്സ് വരുന്നത്. 3.3% GDP അനുമാനം. ഒപ്പം അന്ന് തന്നെയാണ് കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡാറ്റയും എത്തുന്നത്. കൂടാതെ പതിവ് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും എത്തും. സെപ്റ്റംബർ 26 PCE കോർ PCE പ്രൈസ് ഇൻഡെക്സുകൾ കൂടി പബ്ലിഷ് ചെയ്യും. ഫെഡ് ഇൻഫ്ലേഷൻ വിലയിരുത്താൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഡാറ്റയാണ്. സെപ്റ്റംബറിലെ FOMC യോഗത്തിൽ പണപ്പെരുപ്പം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണെന്ന് ജെറോം പവൽ വ്യക്തമാക്കിയിരുന്നു. PCE ഡാറ്റകളിൽ വർധനവുണ്ടായാൽ ഈ പ്രസ്താവന ശരിയാണെന്ന് കൂടുതൽ വ്യക്തമാകും. ഇത് US വിപണികളിൽ ഒരുപക്ഷെ പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് നയിച്ചേക്കാം. സമ്മിശ്രമായ വ്യാപാരമായിരുന്നു പോയ വാരം യൂറോപ്യൻ വിപണിയിൽ കാണാൻ സാധിച്ചത്. വീക്കിലി ബേസിസിൽ ഡാക്സ് സൂചിക 0.25% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ FTSE 100 0.46% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. CAC 40 0.36% മുന്നേറ്റമാണ് നടത്തിയത്. സെപ്റ്റംബർ 23 ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെ മാനുഫാക്ചറിംഗ് PMI, സർവീസസ് PMI ഡാറ്റകൾ വരും. ജർമ്മനിയുടെ മാനുഫാക്ചറിംഗ് സർവീസസ് PMIയിൽ 0.2% വർധനവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ യൂറോസോണിൻ്റെ മാനുഫാക്ചറിംഗ് PMI, S&P ഗ്ലോബൽ കോമ്പോസിറ്റ് PMI, സർവീസസ് PMI കണക്കുകളും അന്നു തന്നെയാണ് എത്തുക. സർവീസസ് PMI മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത കാണുന്നത്. സെപ്റ്റംബർ 24 യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ നോൺ മോണിറ്ററി പോളിസി മീറ്റിംഗും വിപണി ഉറ്റുനോക്കുന്നുണ്ട്. സെപ്റ്റംബർ 25 യൂറോസോണിൻ്റെ ECB എക്കോണമിക് ബുള്ളറ്റിൻ ഡാറ്റയും എത്തുന്നതാണ്. ഏഷ്യൻ വിപണികളിൽ ബാങ്ക് ഓഫ് ജപ്പാന്റെ പലിശ നിരക്കിൽ തൽസ്ഥിതി തുടർന്ന നടപടിയായിരുന്നു നിർണായകമായത്. സെപ്റ്റംബർ 21 പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പ്രൈം റേറ്റ് നിരക്കുകൾ പ്രഖ്യാപിക്കും. ഈ ഡാറ്റകളോടായിരിക്കും ആദ്യം ഏഷ്യൻ വിപണികൾ പ്രതികരിക്കുന്നത്. തുടർന്ന് സെപ്റ്റംബർ 23 ജപ്പാന്റെ സർവീസസ് PMI കണക്കുകളും എത്തും. ഒപ്പം അന്ന് തന്നെ വരുന്ന MPCയുടെ മീറ്റിംഗ് മിനിറ്റ്സ് പബ്ലിഷ് ചെയ്യും. ഇത് നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കും. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.72% ഇടിവോടെ ബാരലിന് $66.01 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ്
പ്രതിവാര അടിസ്ഥാനത്തിൽ 0.08% കുറഞ്ഞ് ബാരലിന് $62.1 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒപെക് പ്ലസ് രാജ്യങ്ങൾ എണ്ണയുടെ സപ്ലൈ വർദ്ധിപ്പിച്ചതും എന്നാൽ ഡിമാൻഡ് ഇടിഞ്ഞതുമാണ് വില കുറയാനുള്ള പ്രധാന കാരണങ്ങൾ. US ഫെഡ് പലിശ കുറച്ചത് ക്രൂഡ് വിലയെ ചെറുതായി ഉയർത്തിയിരുന്നു. എന്നാൽ ആഗോളതലത്തിൽ തുടരുന്ന വീക്ക് ഡിമാൻഡ് വിലയെ സസ്റ്റെയിൻ ചെയ്യാൻ അനുവദിച്ചില്ല. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $65.36 തുടർന്ന് $64.27 അപ്സൈഡിലോട്ട് വരുമ്പോൾ $67.24 റെസിസ്റ്റൻസ് ഉള്ളത്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $68.39 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. WT ക്രൂഡ് പരിശോധിക്കുമ്പോൾ ആദ്യ സപ്പോർട്ടായി $61.38 ലെവലും തുടർന്ന് $60.48 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $64.35 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $65.7 ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. സ്വർണം 1.14% ഉയർന്ന് ട്രോയ് ഔൺസിന് $3684.65 വ്യാപാരം അവസാനിപ്പിച്ചത്. US ഫെഡ് പലിശ നിരക്ക് കുറച്ചതും തുടർന്ന് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന ജെറോം പവലിന്റെ വാക്കുകളും ബോണ്ട് നിക്ഷേപം കുറച്ചു. ഇതുകൊണ്ട് നിക്ഷേപകർ ഗോൾഡ് നിക്ഷേപം വർദ്ധിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിച്ചത്. റേറ്റ് കട്ടിന് ശേഷം ഡോളർ മൂല്യം ഇടിഞ്ഞതുകൊണ്ട് തന്നെ ഗവൺമെന്റും സെൻട്രൽ ബാങ്കും സ്വർണം കൂടുതൽ വാങ്ങിയതും വിലയെ മുകളിലോട്ട് നയിച്ചു. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3570 തുടർന്ന് $3463 റെസിസ്റ്റൻസായി $3703 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $3767 എന്ന ലെവലും റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. USD INR വാരാന്ത്യത്തിൽ 0.2% ഇടിവോടെ 88.07 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 88.35 വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത്. തുടർന്ന് 88.52 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാവുന്നതാണ്. മറുവശത്ത് 87.87 എന്ന ലെവലും റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. ഇതിനുശേഷം 87.67 എന്ന ലെവലും റെസിസ്റ്റൻസായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് നടത്തിയത്. FIകൾ 1327.38 കോടി രൂപയുടെ വിൽപ്പന നടത്തിയപ്പോൾ DIകൾ 11,177.37 കോടി രൂപയുടെ വാങ്ങലും നടത്തി. കഴിഞ്ഞ വാരം വിപണിക്ക് നിർണായകമായത് സെപ്റ്റംബർ 15-എത്തിയ WPI കണക്കുകളായിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെയും നിർമ്മിത വസ്തുക്കളുടെയും വില ഉയർന്നതോടെ ഓഗസ്റ്റിൽ മൊത്തവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം മെച്ചപ്പെട്ടു. 2 മാസത്തിന് ശേഷം 0.52% റിപ്പോർട്ട് ചെയ്തത്. WPI ഫുഡ് ഇൻഫ്ലേഷൻ -3.06%, ഫ്യൂവൽ ഇൻഫ്ലേഷൻ -3.17% രേഖപ്പെടുത്തി. മാനുഫാക്ചറിംഗ് ഇൻഫ്ലേഷൻ 2.55% രേഖപ്പെടുത്തിയത്. വരുന്ന വാരം വിപണിയിൽ ചലനം സൃഷ്ടിക്കുക സെപ്റ്റംബർ 23 പ്രഖ്യാപിക്കാനിരിക്കുന്ന S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസസ് PMI കണക്കുകളായിരിക്കും. തൊട്ടു പിന്നാലെ സെപ്റ്റംബർ 26 ബാങ്ക് ലോൺ ഡിപ്പോസിറ്റ് കണക്കുകളും എത്തും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ സെപ്റ്റംബർ 26 റിപ്പോർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 12 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $4.69 ബില്യൺ ഉയർന്നത്. ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്ക് $702.96 ബില്യൺ എന്നതാണ്. IPO മാർക്കറ്റിലോട്ട് വന്നാൽ അടുത്ത ആഴ്ച വിപണിയിൽ അരങ്ങേറ്റം കുറിക്കാൻ യൂറോ പ്രതീക് സെയിൽസ് ആൻഡ് BMS TMT ഓഹരികളാണ് എത്തുന്നത്. സെപ്റ്റംബർ 23 യൂറോ പ്രതീക് സെയിൽസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2010 സ്ഥാപിതമായ കമ്പനി ഡെക്കറേറ്റീവ് വാൾ പാനൽ, ലാമിനേറ്റ്സ് എന്നിവയുടെ വിതരണവും മാർക്കറ്റിംഗിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂയിലൂടെ 451.31 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. തൊട്ടു പിന്നാലെ സെപ്റ്റംബർ 24 BMS TMT ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 2013 സ്ഥാപിതമായ കമ്പനി TMT ബാസ് നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. IPO സബ്സ്ക്രിപ്ഷനിലൂടെ 148.5 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. വരുന്ന വാരം സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കമ്പനി സാത്വിക് ഗ്രീൻ എനർജിയാണ്. 2015 സ്ഥാപിതമായ കമ്പനി സോളാർ മൊഡ്യൂൾസ് പ്രൊഡക്ട്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 19 ഓപ്പണായ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് സെപ്റ്റംബർ 23.
ഇഷ്യൂയിലൂടെ 900 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 442 രൂപ മുതൽ 465 രൂപ വരെയാണ്. സെപ്റ്റംബർ 26-നാണ് സ്വാതിക് ഗ്രീൻ എനർജി ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ആനന്ദ് റാട്ടി ഷെയർസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ്. 1991 സ്ഥാപിതമായ കമ്പനി ബ്രോക്കിംഗ് സർവീസ്, മാർജിൻ ട്രേഡിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂയിലൂടെ 745 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ 23-ന് ഓപ്പൺ ആകുന്ന സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് സെപ്റ്റംബർ 25-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 393 രൂപ മുതൽ 414 രൂപ വരെയാണ്. സെപ്റ്റംബർ 30-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ സൈഡിൽ വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ നിഫ്റ്റി വളരെ സ്ട്രോങ് ആയ മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുന്നതായാണ് കാണുന്നത്. ഓഗസ്റ്റിൽ ഫോം ചെയ്ത ബേസിൽ നിന്നും 4% നഷ്ടവും റിക്കവർ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഡെയിലി ബേസിസിൽ നോക്കുമ്പോൾ 0.38% നെഗറ്റീവ് ബയാസോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചാർട്ടിൽ ഹയർ ഹൈ പാറ്റേൺ ഫോം ചെയ്യുന്നതുകൊണ്ട് ഓവറോൾ ട്രെൻഡ് സ്ട്രോങ് ആയാണ് വിദഗ്ധർ പറയുന്നത്. റീസെൻ്റായി ഷാർപ്പ് റണ്ണപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യാമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഡെയിലി ചാർട്ടിൽ ബുള്ളിഷ് മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. ഇവിടെ നിന്നുണ്ടാകുന്ന മോഡറേറ്റ് പുൾബാക്കുകൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. ഇവിടെ ഇമ്മീഡിയറ്റായി 25,150 സപ്പോർട്ടായും അപ്സൈഡിൽ 25,500 റെസിസ്റ്റൻസായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ റിലേറ്റീവ്ലി 1%-ലധികം ഔട്ട് പെർഫോമൻസ് ആണ് നടന്നത്. ഡെയിലി ബേസിസിൽ 0.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൂചിക ഇപ്പോൾ ഒരു ബെയറിഷ് ടു ന്യൂട്രൽ അണ്ടർടോണിലാണെന്നും അതുകൊണ്ട് ഒരു മൈനർ സൈഡ്വേസ് പാറ്റേൺ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് SBI സെക്യൂരിറ്റീസിലെ സീനിയർ ഡെറിവേറ്റീവ് ടെക്നിക്കൽ അനലിസ്റ്റായ സുദീപ് ഷാ പറയുന്നത്. ഇമ്മീഡിയറ്റായി 55,600 മുതൽ 55,700 എന്ന റേഞ്ച് റെസിസ്റ്റൻസായും 54,600 മുതൽ 54,500 എന്ന റേഞ്ച് സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സെപ്റ്റംബർ സീരീസിൽ പോസിറ്റീവായി സ്റ്റാർട്ട് ചെയ്ത വിപണി ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടാലും 25,150 എന്ന ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം വിപണിയിൽ ബുള്ളിഷ് മൊമെൻറ്റം തുടരാനുള്ള സാധ്യതയാണ് പല അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നത്. കൂടാതെ 2024 സെപ്റ്റംബർ 23-നായിരുന്നു നിഫ്റ്റി സർവകാല ഉയരമായ 26,277 എന്ന ലെവൽ ക്രിയേറ്റ് ചെയ്തത്. 1000 പോയിന്റുകളുടെ ദൂരം മാത്രമാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഇനി നിഫ്റ്റിക്ക് മുന്നിലുള്ളത്. ഡാറ്റകളും ആഗോള തീരുമാനങ്ങളും അനുകൂലമായാൽ ബുൾസിന്റെ ആധിപത്യം ശക്തമാകാൻ ഇടയുണ്ട്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനുമൊക്കെയായി തിങ്കളാഴ്ച രാവിലെ 8:30-ന് മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.